മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ച സഹകരണ സോഫ്റ്റ്വെയർ അഴിമതി ആരോപണങ്ങൾ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ടെൻഡർ നടപടികളിൽ വീഴ്ചയില്ലെന്നും നുണ പറയാൻ രമേശ് ചെന്നിത്തല ചിലരോട് മത്സരിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദിനേശ് ബി ഡി സഹകരണ സംഘത്തിന് സഹകരണ വകുപ്പ് കരാർ നൽകിയതിൽ 700 കോടി രൂപയുടെ അഴിമതിയെന്നാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. സഹകരണ സംഘം സോഫ്റ്റ്വെയർ കരാറിൽ നിന്ന് ടാറ്റ കൺസൾട്ടൻസി സർവീസിനെ മാറ്റി ദിനേശ് ബി ഡി സഹകരണ സംഘത്തിന് ടെൻഡർ നൽകിയതിലാണ് രമേശ് ചെന്നിത്തല അഴിമതി ആരോപിച്ചത്. മന്ത്രി വി എൻ വാസവന്റെ നിർദ്ദേശപ്രകാരമാണ് ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചതെന്നും 700 കോടിയിലധികം രൂപയുടെ അഴിമതിയും രമേശ് ചെന്നിത്തല ആരോപിച്ചു. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപണം പൂർണ്ണമായി തള്ളി. ടെൻഡർ നടപടികൾ വിശദീകരിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. 45 കമ്പനികൾക്ക് കൺസോർഷ്യം രൂപത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകിയിരുന്നു. സാങ്കേതിക വിലയിരുത്തലിന് യോഗ്യമായ കമ്പനിക്ക് ഉയർന്ന മാർക്ക് ലഭിച്ചു. അത് ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഇത്രയെല്ലാം സുതാര്യമായി നടന്ന ഒരു കാര്യത്തിലാണ് അഴിമതി ആരോപണമായിട്ട് വരുന്നത്. അഴിമതി ആരോപണം ഇന്നും ആവർത്തിച്ച രമേശ് ചെന്നിത്തല അന്വേഷണവും ആവശ്യപ്പെട്ടു. ദിനേശ് ബി ഡി സഹകരണ സംഘത്തിന് ഈ ടെൻഡർ കൊടുക്കാൻ വേണ്ടി യോഗ്യതകൾ ഇളവ് വരുത്തി, ടെൻഡർ നടപടികൾ ഇളവുകൾ വരുത്തി. അതോടൊപ്പം തന്നെ ഫൈനാൻഷ്യൽ ബിഡിങ്ങിൽ തന്നെ തിരിമറികൾ ഉണ്ടാക്കി. മന്ത്രി വാസവന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം പ്രവർത്തിച്ചത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇതേ സംബന്ധിച്ച് ഒരു അന്വേഷണം വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ദിനേശ് ബി ഡി സഹകരണ സംഘത്തിന് ടെൻഡർ കൈമാറിയത് തിരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാക്കാനാണ് UDF തീരുമാനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.